അഡ്വക്കേറ്റ് വസന്ത് സേർക്ക് ഇപ്പോൾ കെ മുരളീധരൻ മന്ത്രിസഭയിലേക്കുണ്ട് എന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം. പക്ഷേ കെ മുരളീധരൻ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് അദ്ദേഹം. കെ സി വേണുഗോപാൽ പറയുന്ന 8 പേരുടെ പട്ടികയിലോ രമേശ് ചെന്നിത്തല പറയുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന 3 പേരുടെ പട്ടികയിലോ ഇല്ല. ഈ 8ലും 3ലും കോംപ്രമൈസ് ചെയ്യാതെ കെ മുരളീധരന് മന്ത്രിസഭാ പ്രവേശനം സാധ്യവുമല്ല. ലീഗിന് 5 മന്ത്രിസ്ഥാനത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കൂട്ടിത്തീരുമോ? കേരളത്തിലെ പ്രധാനപ്പെട്ട 10 വാർത്താ മാധ്യമങ്ങളുണ്ട്. 10 ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരിടത്ത് ചിലപ്പോൾ 2 പേരുകളൊക്കെ സമാനമായി വന്നാൽ പോലും ഏതാണ്ട് 40ഓളം മന്ത്രിമാരെ നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല. അങ്ങ് പറഞ്ഞില്ലേ നേരത്തെ 23 പേരെ വേണമെങ്കിൽ കെ സി വേണുഗോപാൽ നോമിനേറ്റ് ചെയ്യാമെന്ന്, ആ നിലയ്ക്കുള്ളതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങേക്ക് അത് മനസ്സിലാവും. ഞാൻ അങ്ങയോ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് അത്രയും പ്രാപ്തരായവർ ഈ പാർട്ടിക്കകത്തുണ്ട് എന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ. അപ്പം 40ഓളം പേരെ 10 മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നിടത്ത് 40ഓളം ഓപ്ഷൻസ് അവസാനം കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പ്രതീതിയായിരുന്നു. നിങ്ങൾ ഈ നേതൃ ധാരാളിത്തത്തെ കുറിച്ചുള്ള അഭിമാനം കണക്കെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും വസന്ത്. മാധു, അങ്ങനെ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ചത് ആരാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഞങ്ങൾ 102ലേക്ക് വളരുകയും മറ്റു ചിലർ 30-ന് താഴേക്ക് താഴുകയാണ് ചെയ്തത്. അത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആ പ്രശ്നം ആദ്യത്തെ 10 ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്ന എവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് തുടരും, ഇനി ഞാൻ ഇടപെടില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 102ലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് എത്തുകയില്ല. 5000-ൽ താഴെ വോട്ടിന് ജയിച്ചത് 3 MLA-മാർ മാത്രമാണ്. 5000-നും 10,000-നും ഇടയിൽ 12 പേർ, ബാക്കിയെല്ലാം 10,000-ന് മുകളിലാണ്. എന്നാൽ KN ബാലഗോപാൽ എന്ന് പറയുന്ന ഇവരുടെ പിണറായി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ പ്രതിപക്ഷ നേതാവായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവ് പോലും 1000 വോട്ടിന് കടന്നുകൂടുകയാണ് ചെയ്തത്. അതായത് ആ 30കളിലേക്ക് എത്തിയവർ പോലും ഏന്തി വലിഞ്ഞ് ഉന്തിത്തള്ളിയാണ് അവിടെ എത്തിയത് എന്നത് മറക്കണ്ട. ചരിത്രത്തിൽ CPM, കേരള ചരിത്രത്തിൽ CPM ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും നിർണായകമായ, ഏറ്റവും ഗുരുതരമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. നോക്കൂ, T20 ഒരു ക്യാപ്റ്റൻ നയിക്കുന്നു, അത് തോറ്റമ്പി, ഒരു റൺസ് പോലും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരിക്കുന്ന അതേ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ്റെ ഇതിലും തോറ്റു. ലാസ്റ്റ് പിന്നീട് ലോകകപ്പ് നയിക്കാൻ പോകുമ്പോഴും ഇതേ ക്യാപ്റ്റൻ തന്നെ മതി എന്ന് പറയുന്നത് എന്ത് രീതിയാണ് എന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ചാൽ മതി. അതിനെതിരായി ആ പാർട്ടിക്കുള്ളിൽ വിവിധ ജില്ലാ കമ്മിറ്റികൾ ഇന്നും ഇന്നലെയുമായി എതിരഭിപ്രായം പറയുന്നുണ്ട്. എന്തിനേറെ മുക്കിയും മുരളിയും സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ആ എതിരഭിപ്രായം വന്നു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CPI വളരെ കൃത്യമായി പറഞ്ഞു പിണറായി വിജയൻ്റെ ലീഡർഷിപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് തോറ്റു എന്നതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം CPM-ന് ഇതാ ഈ സമയം വരെ മുമ്പോട്ട് വെക്കാനോ പറയാനോ പറ്റിയിട്ടുണ്ടോ? അതിനെ നയിച്ച ക്യാപ്റ്റൻ ഇന്ന കാരണത്താലാണ് ഞങ്ങൾ തോറ്റുപോയത്, ഞങ്ങളുടെ ടീം തോക്കാൻ കാരണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനൊരു കാരണമുള്ളൂ, അത് ആ ക്യാപ്റ്റന്റെയും ആ ക്യാപ്റ്റൻ നയിച്ച മുന്നണിയുടെയും ശൈലിയുടെ പ്രശ്നമാണ്. ആ ശൈലി മാറ്റമാണ് UDF കൊണ്ടുവരാനാണല്ലോ അവസാനം ഫൈനലിൽ വന്നപ്പോൾ 2 ക്യാപ്റ്റന്മാർക്ക് പകരം 3 ക്യാപ്റ്റന്മാരുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണെന്നേ. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തോറ്റുപോയ ഒരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് നോർമലൈസ് ചെയ്യാ എന്ന് പറയുന്നതിൽ സ്വാഭാവികതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ CPM കഴിഞ്ഞ 5 വർഷക്കാലവും ഏത് വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോഴും തുടർഭരണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ വിജയത്തിൽ അഭിരമിച്ചുകൊണ്ട് ആദ്യം മുതലേ ന്യായീകരണം തുടങ്ങുകയാണോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ മന്ത്രിസഭാ ചർച്ച അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മന്ത്രിസഭാ സ്ഥാനത്തേക്ക് 1-ലേറെ പേർ കേപ്പബിൾ ആയിട്ടുള്ളവർ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നേതാക്കന്മാരുണ്ടാവും. അത് കോൺഗ്രസിൽ എല്ലാ കാലത്തുമുണ്ട്. ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും 2 പേരെ പരിഗണിക്കാതെ ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാ കാലത്തും കോൺഗ്രസിന് അതർ ഓപ്ഷനുകൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ KSUവിൻ്റെ ഒരു യൂണിറ്റ് പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അവിടെ 1-ലേറെ ഓപ്ഷനുകൾ ഉണ്ടാവും. കാരണം മിടുക്കന്മാരായവർ, പരിണതപ്രജ്ഞരായവർ, അവർ ഞങ്ങളുടെ ടീമിൽ 1-ലേറെ പേർ അവിടെ ഉണ്ടാകും. അപ്പോൾ അവരെ പറ്റി ചർച്ച ചെയ്യേണ്ടത്, അവരെ പറ്റി സംസാരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തേണ്ടത് സമവായത്തിലൂടെയാണ് എന്നാണ് ഞാൻ സമവായത്തിലേക്ക് എത്താൻ. എന്താണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം? യൂത്ത് കോൺഗ്രസിന്റെ അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ട് 4 വർഷം
അല്ല, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്ന് ഡിവൈഎഫ്ഐ പരാതി കൊടുത്തിട്ട് 4 വർഷം പിണറായി വിജയൻ തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിസ്ഥാനത്ത് അമർന്നിരുന്നത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി? എന്താ കുറ്റപത്രം കൊടുക്കാത്തത്? ഞങ്ങളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലല്ലോ. അപ്പൊ അത് വെറും ആരോപണമായി മാത്രം ഇന്നും നിലനിൽക്കുന്നു. 4 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ടും എന്നത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് സമവായത്തിലേക്ക് എത്താൻ ചർച്ചകൾ ആവശ്യമാണ്. ആ ചർച്ചകൾക്ക് ടൈം അതിലേക്ക് പോണോ? അതിലേക്ക് പോവാം. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമവായത്തിലേക്ക് എത്താൻ ചർച്ചകൾ ആവശ്യമാണ്. ചർച്ചകൾക്ക് സമയവും ആവശ്യമാണ്. ആ സ്പേസിൽ ഞാൻ നേരത്തെ സജീവൻ സാറ് എന്നെ കോട്ട് ചെയ്യുകയും ചെയ്തു. ആ സ്പേസിൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാവും, ചില ഡാമേജസ് ഉണ്ടാവും. കാരണം ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. അതിന് സ്പേസുമുണ്ട്. വെളിയിലൊക്കെ നേതാക്കന്മാരും അവരെ സ്നേഹിക്കുന്നവരും ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും, പറയും. അത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ സ്വയം ചിന്തിക്കേണ്ടതാണ്. അതിൽ നിയന്ത്രണം വേണമോ വേണ്ടയോ എന്നൊക്കെ ആ നേതാക്കന്മാർ സ്വയം തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ആ സ്പേസിന്റെ ആ ഡാമേജ് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഇത് ഈ 10 പേരാണ് മന്ത്രിമാർ, നിങ്ങൾ അങ്ങ് അംഗീകരിച്ചോ എന്ന് പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. 4ാം തൂൺ, ജനാധിപത്യത്തിന്റെ 4ാം തൂൺ എന്ന നിലയ്ക്ക് മാധുവിനും റിപ്പോർട്ടറിനും ഉണ്ടാവേണ്ടത്. Debate with Madhu Saji.